പുത്തൻതുറ തേജസിന്റെ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത്. ജോൺസൺ ചേട്ടാ, ഒരു നാടിനെ മൊത്തം ഞെട്ടലാക്കി മാറ്റിയ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. തേജസിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. വളരെ അടുത്തൊരു ബന്ധമുണ്ടോ? ഉണ്ട്. അടുത്ത ബന്ധമെന്ന് വെച്ചാൽ അയൽബന്ധം, സ്നേഹബന്ധം. അത്രയും നമ്മൾ കുഞ്ഞിലെ മുതൽ കാണുന്നു. കൂട്ടുകാരെ പോലെ അച്ഛനും മക്കളും വരുന്നത്. ഒരു വർഷത്തിൽ മിക്കവാറൊക്കെ ടൂറൊക്കെ പോകാറുണ്ട്. നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞൊരു കുടുംബം. ഈ കൊല്ലപ്പെട്ട തേജസ്സിന് ഒരു പ്രണയബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഉളിയക്കോവിൽ പോയപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് അറിയുന്നത് സത്യത്തിൽ. പിന്നെ ഇവിടെ വന്നപ്പോൾ പാലയച്ചന് വന്നപ്പോൾ നമ്മളത് കണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞാണ് ഈ കുട്ടിയാണ് പുള്ളി സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു അറിവേ നമുക്കുള്ളൂ. അല്ലാതെ വലിയ ഫാമിലിയായിട്ട് വല്ല അടുത്തൊരു ബന്ധവും നമുക്കില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഒരു സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ. തേജസ് ബിടെക് ആണല്ലോ പഠിച്ചിരുന്നേ. ആ പഠിച്ച സമയത്തുള്ള ഒരു പരിചയമാണോ പെൺകുട്ടിയായിട്ട്? പഠിച്ച സമയത്തുള്ള പരിചയം. ഈ വീട് ഇപ്പോ റിനോവേഷൻ കഴിഞ്ഞതാണോ? 2 വർഷം ആകത്തുള്ളൂ. 2 വർഷം ആകത്തു. ആ സമയത്താണോ ഈ പെൺകുട്ടി ഇവിടെ വന്നിരുന്നത്? ഇനാഗുറേഷൻ അന്ന് വന്നിരുന്നു. വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹമായിട്ടോ. ഒരു കുടുംബം തമ്മിലൊരു സ്നേഹബന്ധമുണ്ട്. എല്ലാവരും അച്ഛനും അമ്മയും എല്ലാവർക്കും അറിയാവുന്നു. അങ്ങനെ ഇവരുടെ ഈ പ്രണയം 2 വീട്ടുകാരും സമ്മതിച്ചിരുന്നു. അവർ തമ്മിൽ സമ്മതിച്ചു. അപ്പൊ സമ്മതിക്കാതിരുന്ന പിള്ളേർ ഇതൊക്കെയല്ലേ ചെയ്യുന്നു. അല്ലാതെ എന്തോ ചെയ്യും? അവരുടെ സ്വയം തരുക. അല്ലെങ്കിൽ നമ്മളിപ്പം മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്ന കണക്കല്ലല്ലോ ഇപ്പം മക്കളുടെ പോക്കൊന്നും. ഈ തേജസിന്റെ അച്ഛനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്, SI കൂടിയാണ് അദ്ദേഹം. നാട്ടിലെല്ലാം നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇവിടെ. എന്നുവെച്ചാൽ പുള്ളി ഇവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനല്ലേ. പുള്ളിക്ക് എല്ലാവരെയും നല്ല സൗഹൃദ ബന്ധമുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. അങ്ങനെ ഈ 2 ആൺമക്കളോട് നല്ലൊരു സൗഹൃദമായിരുന്നു അച്ഛനും നല്ല സൗഹൃദമായിരുന്നു. ഒരു കൂട്ടുകാരെ പോലായിരുന്നു. മക്കൾ എന്ത് പറഞ്ഞാലും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും മക്കൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനായാലും കുഞ്ഞിലെ മുതൽ ഒരു സ്നേഹമായിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഇണയും പ്രാവും പോലായിരുന്നു പരിപാടി. ഈ കല്യാണം വാക്കാൽ ഉറപ്പിച്ചിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് ഇവർക്കിടയിൽ? കുട്ടിയുടെ ജോലി കിട്ടിയ സമയത്തുള്ള ഒരു പിന്മാറ്റമാണ്. അപ്പൊ അത് ഇയാളെ മാനസികമായിട്ട് ഇച്ചിരി തളർത്തിയിട്ടുണ്ട്. അതായത് തേജസ്സിനെ മാനസികമായി തളർത്തിയിരുന്നു. മാനസികമായിട്ട് ഇച്ചിരി തളർത്തിയിട്ടുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെൺകുട്ടി പിന്മാറി കഴിയുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവുമല്ലോ. ഇച്ചിരി അയാളുടെ മനസ്സിനും അതൊരു പ്രശ്നമായി. അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തിരുന്നോ ഈ തേജസ്? കൗൺസിലിംഗോ അങ്ങനെ എന്തെങ്കിലും? അടുത്ത സമയത്ത് എന്തോ കൗൺസിലിംഗോ ട്രീറ്റ്മെന്റോ എന്തോ ചെയ്തിരുന്നു. അച്ഛൻ തന്നെയാണ് കൊണ്ടുപോയത്. അമ്മയ്ക്കും അസുഖങ്ങളൊക്കെ ആയിട്ടിരുന്നത്. അപ്പോൾ ഈ പുള്ളിയാണ് കൂടുതലും അമ്മയെ സഹായിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു. തേജസ്സിന് ഇളയ മകനെ 2 പേരെയും ജീവനാണ്. പക്ഷെ ഈ പുള്ളി അമ്മയുടെ എന്ത് കാര്യങ്ങൾക്കായാലും ഓടി നടക്കുമായിരുന്നു. അങ്ങനെ തേജസ് അച്ഛനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിച്ചിരുന്നു. പുള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആയിരിച്ച്. ടെസ്റ്റ് പാസ്സായി. പറയുമായിരുന്നു ടെസ്റ്റ് എഴുതി പാസ്സാവും. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ പോയപ്പം ഫെയിലായിരുന്നു തോന്നുന്നു. അതും ഒരു ജോലി കിട്ടാതെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായി. ജോലി കിട്ടാതെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായി പുള്ളി. തേജസിനെ സംബന്ധിച്ച് ഈ ജോലി കിട്ടാതെ ആയതോടുകൂടിയാണോ ഈ പെൺകുട്ടി പിന്മാറിയത്? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. ജോലി കിട്ടാതായതോടും. ജോലി കിട്ടിയെങ്കിൽ അവരുടെ ജീവിതം ഭംഗിയായിട്ട് പോയാനായിരുന്നു. ഈ 2 വ്യത്യസ്ത സമുദായങ്ങളാണെന്നുള്ള ഒരു ഇത് പ്രശ്നമുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വ്യത്യസ്ത സമുദായങ്ങളാണെന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇപ്പൊ അങ്ങനെ മതവും ജാതിയും ഒന്നും ആരും നോക്കുന്നില്ലല്ലോ. അതല്ലേ. മാത്രമല്ല വീട്ടുകാർ സഹകരിച്ചിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ പെൺകുട്ടിയുടെ പിന്മാറ്റത്തിന് ശേഷം അവിടെ നിന്ന് വീട്ടുകാർ ആരെങ്കിലും വിലക്കിയിരുന്നോ തേജസ്സിനെ അവിടെ പോകരുതെന്നോ അല്ലെങ്കിൽ ഈ ബന്ധം തുടരാൻ പാടില്ലെന്നോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞപ്പോ ഏറെ വിഷമമുണ്ടല്ലേ ഏട്ടന്? മാനസികമായിട്ട് നമുക്ക് വിഷമമുണ്ട്. നമ്മുടെ അടുത്ത് കണ്ട ഒരു കുട്ടിയല്ലേ കുഞ്ഞിലെ മുതൽ. അങ്ങനൊരു വിഷമമുണ്ട്. നാടിനെ ഒരുപോലെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് പുത്തൻതുറയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്നലെ തേജസിന്റെ വീടിന് തൊട്ടടുത്തുള്ള ജോൺസൺ ചേട്ടനാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ ജോലി പെൺകുട്ടിക്ക് കിട്ടിയതിന് ശേഷമുള്ള പിന്മാറ്റമാണ്. അതിലേറെ വിഷമമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പോലീസ് ടെസ്റ്റിൽ ഫിസിക്കൽ ഫെയിലായതും ഏറെ വിഷമകരമായിരുന്നു. അതിനെ തുടർന്ന് മാനസികമായിട്ടുള്ള കൌൺസിലിംഗ് ഒക്കെ എടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജോൺസൺ ചേട്ടൻ പങ്കുവച്ചത്.